ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം നമ്മളെല്ലാവർക്കും നീക്കാൻ ഭയങ്കര മടിയാണല്ലോ അല്ലേ. ഇങ്ങനെ തണുപ്പ്, രാവിലെ ഒരു തണുപ്പ് കാലാവസ്ഥ അല്ലേ. അപ്പോൾ അതുപോലെ ഇന്നൊരു തണുപ്പ് കാലാവസ്ഥ ആയ കാരണം നീക്കാൻ സ്വല്പം വൈകിട്ടാണ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ കൊലായിലൊക്കെ ഒന്ന് പോയി ഒന്ന് റൗണ്ട് അടിച്ച് നല്ലോണം വെളിച്ചമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ മോനും എണീച്ച് വന്നിരുന്നു കേട്ടോ. അപ്പം നേരെ ഞാൻ കിച്ചണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ. കുറച്ച് നേരം കൊലായിലിങ്ങനെ ഇരുന്ന്. മാന്തള് 220 ഇത്ര മീൻകാരൻ വന്നപ്പോൾ ഒന്ന് മീനൊക്കെ വാങ്ങിയിട്ട് അന്ന് അയിലക്കണേനും മാന്തളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ മീൻ. അങ്ങനെ നേരെ കിച്ചണിക്കാട്ടോ പിന്നെ പോയത്. പിന്നെ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച്. നമ്മൾ നേരത്തെ നീക്കുന്ന ദിവസങ്ങളിലാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലത് കേട്ടോ. ഇന്ന് ഞാൻ നേരെ വൈകിയ ദിവസം നോക്കിയിട്ട് തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ പിന്നെ സമയം തീരെ ഇല്ലാത്തത് കാരണം ഞാൻ വേഗം ആട്ടപ്പൊടിയൊക്കെ എടുത്ത് പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ 3 മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ ഓൻ്റെ വാശി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ക്യാരറ്റിൻ്റെ ഒരു പീസ് മുറിച്ചിട്ട് കൊടുക്കുകയും ചെയ്ത്. അങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ കുക്കറിൽ 3 മുട്ട പുഴുങ്ങാൻ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് മാവൊക്കെ കുഴച്ച് സെറ്റാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നേരെ വൈകിയാൽ തന്നെ നമ്മൾ മൂടൊക്കെ തന്നെ അങ്ങോട്ട് മാറും. അതായത് കുറച്ച് ലേറ്റാവും. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്ലോ ആവും. അപ്പോൾ നേരത്തെ നീച്ചിട്ട് ഉണ്ടാക്കുന്നതാവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പണികളൊക്കെ സ്ലോ ആവും. പിന്നെ ഇതേപോലെ ചപ്പാത്തി, പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നേരം പിടിച്ചിട്ട് ഉണ്ടാക്കാനുള്ള സമയമാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി ഇങ്ങനെ ഇടുക കേട്ടോ. പരത്തിയിൽ കഴിഞ്ഞാണ്ട് പിന്നെ ചുടാൻ നിന്നാൽ മതിയല്ലോ. പിന്നെ ഓരോന്ന് പരത്തലും ഓരോന്ന് ചുടലും കൂടി നടക്കില്ല. അങ്ങനെ പിന്നെ അയൽവാസിയിലൊക്കെ സംസാരിച്ചിരിക്കുക കേട്ടോ. അയൽവാസിയുടെ താത്ത ഉണ്ടാവും അവിടെ. അപ്പോൾ അവരോടും സംസാരിച്ചിരിക്കും. അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നേരം വൈകിയിരിക്കണം. അപ്പം ഇനി എൻ്റെ മോൻക്കൊക്കെ ചായ കുടിക്കാനുള്ള ടൈമായ കാരണം തന്നെ ഞാൻ നേരെ ഗ്യാസും വെച്ചിട്ടാണ് ചപ്പാത്തി ചുട്ടെടുത്തത് കേട്ടോ. ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് നേരം വൈകിയ കാരണം പൊള്ളക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒക്കെ വഴറ്റിയതിന് ശേഷം ഉള്ളിയും തക്കാളിയും പൊടികളും മസാലകളൊക്കെ ഇട്ടതിന് ശേഷം പുഴുങ്ങിയ മുട്ടയും അതിലിട്ടെങ്ങാണ്ട് ഒന്ന് ഇതാക്കി. അങ്ങനെ മുട്ടക്കറി ചപ്പാത്തിയും റെഡി ആയിട്ടാണ്. അങ്ങനെ അത് കഴിച്ചപ്പോഴാണ് വയറിനൊരു സമാധാനം, ഒരു സുഖം തോന്നിയത്. പിന്നെ അടുത്ത പണി കറി ഉണ്ടാക്കലാണ്. അപ്പോൾ തേങ്ങ പൊളിച്ചതിൻ്റെ വെള്ളം ഓനിക്ക് എന്നും വേണം. അപ്പോൾ പിന്നെ തേങ്ങ വെള്ളം കൊടുത്തപ്പോൾ ഓനിക്ക് അത്ര മധുരം തോന്നിയില്ല. അതാണ് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷന് ഇങ്ങനെ. അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഓമക്കായുടെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങ അരച്ച് വെച്ചിട്ട് ഓമക്കായുടെ കറിയും പിന്നെ പച്ചക്കായ അയൽവാസിയും തന്നീന്ന് അത് ഉപ്പേരി വെക്കാമെന്നും വിചാരിച്ചിട്ടാണ്. അങ്ങനെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അരിയിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഓമക്കായ മുറിക്കാമെന്ന് വിചാരിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട്. പക്ഷെ ഭയങ്കര ഇതായ കാരണം കുറച്ച് പ്രയാസമായിരുന്നു എൻ്റെ തൊലിയൊക്കെ കളയാൻ. നിന്നിട്ടും ഒക്കെ മുറിച്ച് വെച്ചിട്ട് നേരെ ചോറ് വെന്ത അടുപ്പിൽ പിന്നെ ഓമക്കായുടെ കറിക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പച്ചക്കായ മുറിച്ച് വെച്ചിരുന്നു. അപ്പം മുറിച്ച് വെച്ചതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച്. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്, കറ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്ന്, അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ഇടയിൽ നടന്ന്. പിന്നെ അടുപ്പത്ത് ഞാൻ ഓമക്കായ വെച്ച് പോയിരുന്നല്ലോ, അതിൽ പിന്നെ തേങ്ങ അരച്ച് കൂട്ടി ഒഴിച്ചിട്ട്. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല, കാരണം സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ല തേങ്ങ അരച്ച് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടണം എന്നൊക്കെ. പിന്നെ അങ്ങനെ ഓമക്കായൊക്കെ വന്നപ്പോൾ ഞാൻ തേങ്ങ അരച്ച് അതിൽ ഒഴിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുക്കറിൽ പച്ചക്കായും ഒരു മുളക് ചീന്തിയിട്ട് അതും
കുക്കറിൽ വെച്ച്. അങ്ങനെ നമ്മൾ ഓമക്കായ കറിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, കറിയായി വന്നിരുന്നു. അങ്ങനെ ഞാൻ അതിൽ തൂമിച്ച് ഒഴിച്ച് പിന്നെ മീനൊക്കെ പൊരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് നിസ്കരിക്കാൻ നിന്ന്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഓതാനിരുന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ പേര് നമ്മളെ ചാനൽ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണില്ല. വ്യൂവേഴ്സ് കൂടുതലാണ്, നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ.